അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റിയാദുസ്സാലിഹീൻ ക്ലാസ് 54. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റിയാദുസ്സാലിഹീൻ 54-ാമത്തെ ക്ലാസ് ആണ്. അടുത്ത ഹദീസ് അൻ അബീ മൂസാ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട അബൂ മൂസ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന മസല മാ ബഅസനി അല്ലാഹു ബിഹി മിനൽ ഹുദാ വൽ ഇൽം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നിയോഗിച്ചയച്ച വിജ്ഞാനം, സന്മാർഗം, ഇവ രണ്ടിന്റെയും ഉദാഹരണം കമസലി ഗൈസിൻ അസാബ അർളൻ. കമസലി ഗൈസിൻ ഒരു പേമാരി പോലെയാ. അസ്വാബ അർളൻ ഭൂമിയിൽ വർഷിച്ചതായ ഒരു പേമാരി പോലെയാ. ഫകാനത്ത് മിൻഹാ ത്വായിഫത്തുൻ ത്വയ്യിബത്തുൻ, ഭൂമിയിലുള്ളതായ നല്ലൊരു പ്രദേശത്തിൽ, അത് ആ മഴ പെയ്ത് നല്ലൊരു പ്രദേശത്ത്. അപ്പൊ കബിലത്തിൽ മാ ഫഅംബതത്തിൽ കലഅ വൽ ഉഷ്ബൽ കസീറ, ആ നല്ല പ്രദേശം ആ വെള്ളത്തിനെ ആഗിരണം ചെയ്തു, വെള്ളത്തിനെ സ്വീകരിച്ചു. ഫഅംബതത്തിൽ കലഅ വൽ ഉഷ്ബൽ കസീറ, ധാരാളം സസ്യങ്ങളും അതുപോലെ പുല്ലുകളെയും ആ പ്രദേശം മുളപ്പിച്ചു. ഫകാന മിൻഹ അജാദിബു അംസകത്തിൽ മാ, അവിടെയുള്ള ഉറച്ച പ്രദേശം ആ വെള്ളം തടഞ്ഞു നിർത്തി. ഫനഫഅ അല്ലാഹു ബിഹന്നാസ, അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമുണ്ടായി, ജനങ്ങൾക്ക് പ്രയോജനമുണ്ടാവുകയും ചെയ്തു. ഫശരിബു മിൻഹ വസഖൗ വസറൗ, ആ ജനങ്ങൾ അതിൽ നിന്ന് കുടിക്കുകയും ജലസേചനം നടത്തി കൃഷി ചെയ്യുകയും ചെയ്തു. അപ്പൊ ഒരു നാട്, അവിടെ മഴ വർഷിച്ചപ്പം വെള്ളത്തിനെ തടഞ്ഞു വെച്ചു, അവിടെ സസ്യങ്ങളൊക്കെ ധാരാളം ഉണ്ടായി. അതേ പ്രകാരം തന്നെ അത് ജനങ്ങൾക്ക് കുടിക്കാൻ കഴിഞ്ഞു, അതിൽ നിന്ന് കൃഷി ചെയ്യാൻ കഴിഞ്ഞു, ജനങ്ങൾക്ക് കുടിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെ പല ഉപകാരവും അതുകൊണ്ട് കിട്ടി. വഅസാബ ത്വായിഫത്തൻ മിൻഹാ ഉഖ്റ, അതേ പ്രകാരം തന്നെ മറ്റൊരു ഭാഗത്ത്, മറ്റൊരു പ്രദേശത്തും മഴ വർഷിച്ചു. പക്ഷേ ഇന്നമാ ഹിയ ഖീആനുൻ ലാ തുംസികു മാഅൻ, അത് വെള്ളം തടഞ്ഞു നിർത്താത്ത ഒരു പ്രദേശമാണ്. ലാ തുംസികു മാഅൻ, അത് ഉണ്ടാക്കുന്നില്ല, വെള്ളം തടഞ്ഞു നിർത്തുന്നില്ല, അങ്ങനത്തെ സമനിരപ്പായ സ്ഥലമാണ്. വലാ തുംബിതു കലഅൻ, അതേ പ്രകാരം തന്നെ സസ്യങ്ങൾ മുളക്കാത്ത സ്ഥലമായിരുന്നു അത്. മറ്റൊരു സ്ഥലത്തും മഴ വർഷിച്ചിട്ടുണ്ട്. ഫദാലിക, ഇത് രണ്ടും, ഇപ്പൊ രണ്ടെണ്ണം പറഞ്ഞല്ലോ. ഒരു സ്ഥലത്ത് മഴ വർഷിച്ചു, വെള്ളം തടഞ്ഞു വെച്ചു, ജനങ്ങൾക്ക് ഉപകാരം ലഭിച്ചു. മറ്റൊരു സ്ഥലത്ത് മഴ വർഷിച്ചു, പക്ഷേ അത് തടഞ്ഞു നിർത്തുന്ന ഒരു മാർഗവും അവിടെ ഇല്ല. ഇവ രണ്ടും മസലു മൻ ഫഖഹ ഫീ ദീനില്ലാഹി വനഫഅഹു മാ ബഅസനി അല്ലാഹു ബിഹി വഅലിമ വഅല്ലമ. അതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങളെ നിയോഗിച്ചയച്ചത് ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്, സന്മാർഗത്തിനും ജ്ഞാനത്തിനുമാണ്. അതുപോലെ അള്ളാഹുവിന്റെ ദീനിൽ പാണ്ഡിത്യം നേടുകയും അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു അയച്ചതായ കാര്യം കൊണ്ട് പ്രയോജനം ലഭിക്കുകയും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവന്റെ ഉദാഹരണമാണ് ഒന്നാമത്തേത്. വമസലു മൻ യർഫഉ ബിദാലിക റഅസൻ വലം യഖബൽ ഹുദല്ലാഹി അല്ലദീ ഉർസിൽതു ബിഹി. പിന്നെ രണ്ടാമത്തേതോ, അതിലേക്ക് തീരെ തല ഉയർത്തി നോക്കാതെ എന്നെ നിയോഗിച്ചയച്ച് സന്മാർഗം സ്വീകരിക്കാത്തവന്റെ സ്ഥിതിയാണ് രണ്ടാമത് പറഞ്ഞത്. അപ്പോ ഒന്നാമത് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു നിയോഗിച്ചയച്ച ആ മാർഗം സ്വീകരിച്ചവന്റെ ഉപമയാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് അത് സ്വീകരിക്കാത്തവന്റെ ഉപമയുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളുടെ പാത, സഹാബാക്കളുടെ പാത പിൻപറ്റി ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്, ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച ഹദീസാണ്. അടുത്ത ഹദീസ് അൻ ജാബിർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മസലി വ മസലുക്കും കമസലി റജുലിൻ ഔഖദ നാറൻ ഫജഅലൽ ജനാദിബു വൽ ഫറാശു യഖഅന ഫീഹാ വഹുവ യദുബ്ബുഹുന്ന അൻഹാ വഅന ആഖിദും ബിഹുജസികും അനിന്നാർ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, നബി തങ്ങൾ പറയുകയാണ്, മസലി വ മസലുക്കും, എന്റെയും നിങ്ങളുടെയും ഉപമ എന്താണ്?
കമസലി റജുലിൻ, ഒരു റജുലിനെ പോലെയാ. ഔഖദ നാറൻ, അദ്ദേഹം തീ കത്തിച്ചു. എന്നിട്ടോ ഫജഅല ജനാദിബു വൽ ഫറാശു യഖഅന ഫീഹ, അതിന് നേരെ പാറി വരുന്നതായ വണ്ടുകൾ, ഇയ്യാമ്പാറ്റകൾ, ഫവ യദുബ്ബുഹുന്ന അൻഹ, ആ തീയെ തൊട്ട് അയാൾ എന്താക്കുന്നുണ്ട്, അതിനെ തടയുന്നുണ്ട്. അപ്പൊ തീ കത്തിക്കുമ്പോൾ അതിന് നേരെ വരുന്നതായ വണ്ടുകളെയും ഇയ്യാമ്പാറ്റകളെയും തടയുന്ന ഒരാളെ പോലെയാണ് ഞാൻ. എന്നിട്ട് പറയുന്നു വ അന ആഹിദും ബി ഹുജസിക്കും അനിന്നാർ, വ അന, ഞാന്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ആ തടയുന്നവനെ പോലെയാണ്, നിങ്ങൾ ആ ജീവികളെ പോലെയുമാണ്. വ അന ആഹിദും ബി ഹുജസിക്കും, ഞാൻ നിങ്ങളെ തടഞ്ഞു നിർത്തുന്നു അനിന്നാരി, നരകത്തിൽ നിന്നാണ് നിങ്ങളെ ഞാൻ തടഞ്ഞു നിർത്തുന്നത്. വ അൻതും തഫല്ലത്തൂന മിൻ യദി, എന്നാൽ നിങ്ങളാവട്ടെ എന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോവുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളെ നരകത്തിനെ തൊട്ട് തടഞ്ഞു നിർത്തുന്നു, നിങ്ങളാണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോവുകയും ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ആ തീയിലേക്ക് വരുന്നതായ ഇയ്യാമ്പാറ്റകളെ ഇദ്ദേഹം തടഞ്ഞു നിർത്തുന്നു. പക്ഷെ ആ തീയിലേക്ക് തന്നെ ഇയ്യാമ്പാറ്റകളും വണ്ടുകളും വരുന്നു, അവകൾ നശിച്ചു പോകുന്നു. ഇനി അടുത്ത ഹദീസ്, അൻ ജാബിറിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നബി തങ്ങൾ അമറ ബിൽ അഖിൽ അസാബി വസ്സഹ്ഫതി വഖാല ഇന്നകും ലാ തദ്റൂന ഫീ അയ്യിഹൽ ബറക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വിരലുകളും പാത്രങ്ങളും തുടച്ചു നക്കാൻ നബി തങ്ങൾ കൽപ്പിച്ചു. വിരലും അതേ പ്രകാരം പാത്രങ്ങളും ഒക്കെ നല്ലോണം തുടക്കണം, എന്നിട്ട് വിരലുകളൊക്കെ ഈമ്പണം. അതിനെക്കുറിച്ചൊക്കെ നബി തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. കാരണം നബി തങ്ങൾ പറയാണ്, ഇന്നക്കും ലാ തദ്റൂന ഫീ അയ്യിഹൽ ബറക, ഏതിലാണ് ബറക്കത്തുള്ളത്, നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് ഏതിലാണ് ബറക്കത്തുള്ളത്, ഏത് അംശത്തിലാണ് ബറക്കത്തെന്ന് നിങ്ങൾക്കറിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയും ചെയ്തു. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം ഉപേക്ഷിക്കാൻ പാടില്ല. അത് നശിച്ചു പോകുന്നത്, വീണു പോകുന്നതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളുടെ പാത്രത്തിലും അതുപോലെ നമ്മുടെ കൈകളിലും ഒക്കെ ചിലപ്പം ബാക്കിയുണ്ടാകാം, അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വഫീ റിവായത്തിൻ, മറ്റൊരു റിവായത്തിലുണ്ട്, ഇദാ വഖഅത്തി ലുഖ്മതു അഹദിക്കും ഫൽയഖുദ്ഹാ ഫൽയുമിതു മാ കാന ബിഹാ മിൻ അദൻ വൽയകുൽഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നിങ്ങളുടെ പക്കല് ഭക്ഷണം ഉണ്ടല്ലോ, ആ ഭക്ഷണത്തിൽ നിന്ന് നിലത്ത് വീണാൽ അതെടുത്ത് പൊടിയും മറ്റും നീക്കിയിട്ട് നിങ്ങൾ അതിനെ കഴിക്കണം, അത് ഭക്ഷിക്കണം. വലാ യദഅഹാ ലിശൈത്താൻ, ശൈത്താന് വേണ്ടി നിങ്ങൾ അതിനെന്താക്കാൻ പാടില്ല, ഉപേക്ഷിക്കാൻ പാടില്ല. വലാ യംസഹു യദഹു ബിൽ മിൻദീലി ഹത്താ യഅലക അസാബിഅഹു ഫഇന്നഹു ലാ യദ്രി ഫീ അയ്യി തആമിഹിൽ ബറക. വിരലുകൾ നക്കി വൃത്തിയാക്കുന്നതിന് മുമ്പ് ടവ്വല് പോലത്തത് കൊണ്ട് നിങ്ങൾ തുടച്ചു കളയരുത്. കാരണം ഏത് ഭക്ഷണത്തിലാണ് ബറക്കത്തുള്ളത് എന്ന് നിങ്ങൾക്കറിയില്ല, ഏത് അംശത്തിലാണ് ബറക്കത്തുള്ളത് എന്ന് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ തുടച്ചു കളയാൻ പാടില്ല. നിങ്ങൾ നല്ലോണം വിരലുകളൊക്കെ നക്കി വൃത്തിയാക്കണം. വഫീ റിവായത്തിൻ, മറ്റൊരു റിപ്പോർട്ടിലുണ്ട്, ഇന്ന ശൈത്താന യഹ്ളുറു അഹദക്കും, തീർച്ചയായിട്ടും ശൈത്താൻ, പിശാജ്, അവൻ സന്നിഹിതരാകും. പിശാജ് സന്നിഹിതരാകും എപ്പോൾ? ഇന്ദ കുല്ലി ശൈഇൻ മിൻ ശഅനിഹി ഹത്താ യഹ്ളുറഹു ഇന്ദ തആമിഹി. നിങ്ങൾ ആഹാരം കഴിക്കുന്നതുൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും പിശാജ് സന്നിഹിതനാവും, പിശാജ് ഹാളിറാകും. ഫൈദാ സഖതത് മിൻ അഹദിക്കുമുൽ ലുഖ്മ, നിങ്ങളിൽ നിന്ന് ആരുടെയെങ്കിലും പക്കൽ നിന്ന് ഒരു പിടി നിലത്ത് വീണുപോയാൽ ഫൽയുമിതു മാ കാന ബിഹാ മിൻ അദൻ ഫൽയകുൽഹാ, അതെടുത്ത് പൊടിയും മറ്റും നീക്കിയിട്ട് അത് കഴിക്കണം, ഭക്ഷണം കഴിക്കണം. വലാ യദഅഹാ ലിശൈത്താൻ, ശൈത്താന് വേണ്ടി നിങ്ങൾ അതിനെ ബാക്കിയാക്കാൻ പാടില്ല, നിങ്ങൾ അത് ഉപേക്ഷിക്കാൻ പാടില്ല, അത് ശൈത്താൻ കഴിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സുപ്പറയിലേക്കും മറ്റും വീണുപോയാൽ അതെടുത്ത് നമ്മൾ ഭക്ഷിക്കണം, അത് ഉപേക്ഷിക്കാൻ പാടില്ല. കാരണം ഏത് അംശത്തിലാണ് ബറക്കത്തുള്ളത് എന്ന് നമുക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പിശാചിന്റെ ഷർറിൽ നിന്ന് അള്ളാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് പറയാം. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.